ഗാന്ധിനി പുത്രനെ വേർപെടുത്തേറ്റവും ചങ്ങാതിമാരുമായി പോയ കൃഷ്ണഹരി വമ്പനായൊരു രചകനെയും കൊന്നു മുമ്പിനാൽ മോക്ഷം കൊടുത്ത കൃഷ്ണഹരി. രാജ്യപ്രാപ്തിക്ക് ശേഷം പാണ്ഡവരോടുമൊത്താണല്ലോ ധൃതരാഷ്ട്ര മഹാരാജാവ് താമസിച്ചിരുന്നത്. സ്വാഭാവികമായി ധൃതരാഷ്ട്ര മഹാരാജാവിന് പാണ്ഡവരോടോ പാണ്ഡവർക്ക് ധൃതരാഷ്ട്രരോടോ വലിയ പ്രീതി ഉണ്ടാവാൻ വഴിയില്ല. യുധിഷ്ഠിരൻ്റെ സൽബുദ്ധി ഒന്ന് മാത്രമാണ് അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നിർത്തിയിരുന്നത്. എത്ര കാലം അങ്ങനെ കഴിഞ്ഞുകൂടി. ആരൊക്കെയാണ് ധൃതരാഷ്ട്രരെ ശുശ്രൂഷിച്ചിരുന്നത് എന്നിങ്ങനെ ഈ ആശ്രമവാസിക പർവത്തിൻ്റെ ആരംഭത്തിൽ ജനമേജയ രാജാവ് വൈശമ്പായനോട് ചോദിക്കുമ്പോൾ വൈശമ്പായൻ മറുപടി പറയാണ്. കൗരവ പിതാവായ ധൃതരാഷ്ട്രരും ഗാന്ധാരി മാതാവും രാജ്യപ്രാപ്തിക്ക് ശേഷം പുത്രശോകാക്തരായി 15 കൊല്ലക്കാലാണ് പാണ്ഡവരുമൊത്ത് താമസിച്ചത്. യുധിഷ്ഠിര രാജാവ് ധൃതരാഷ്ട്രരെ വലിയച്ഛൻ എന്ന നിലയിൽ ഭക്തി ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും ധൃതരാഷ്ട്രരോട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച ശേഷം മാത്രമേ യുധിഷ്ഠിരൻ തീരുമാനങ്ങൾ എടുത്തിരുന്നുള്ളൂ. അനുജന്മാരും മന്ത്രിമാരും സാമന്തന്മാരും പ്രഭുക്കളും ധൃതരാഷ്ട്രരെ രാജാവായി തന്നെ കാണണമെന്നും യുധിഷ്ഠിരൻ കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവരും വലിയ ബഹുമാന പുരസരമാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പെരുമാറിയിരുന്നത്. എന്നാൽ ഭീമൻ അതൊന്നും മാനിക്കാൻ തയ്യാറായിരുന്നില്ല. ഭീമൻ ഒരിക്കലും ധൃതരാഷ്ട്രനെ അഭിമുഖീകരിക്കുകയോ അദ്ദേഹത്തെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൽപ്പന കാരണം അനിഷ്ടങ്ങളൊന്നും പ്രവർത്തിക്കുകയും ഉണ്ടായില്ല. ധൃതരാഷ്ട്ര മഹാരാജാവ് കൗരവ ചക്രവർത്തിയായി കഴിയുന്ന കാലത്ത് എന്തെല്ലാം പ്രൗഢിയും രാജഭോഗങ്ങളുമാണ് അവയൊക്കെ അപ്പോഴും അനുഭവിക്കത്തക്ക നിലയിൽ യുധിഷ്ഠിരൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. പുത്രശോകത്താൽ തപ്തനായ ധൃതരാഷ്ട്ര മഹാരാജാവിന് യാതൊരു കുറവും വരാതെ ഭക്തിയോടുകൂടിയാണ് യുധിഷ്ഠിരൻ നോക്കിയിരുന്നത്. ഗാന്ധാരി ദേവിയും പുത്രശോകാർത്ഥ തന്നെയാണ്. എങ്കിലും ഭർത്താവിനെ കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ശുശ്രൂഷിച്ചിരുന്നത്. വിതുരൻ, കൃപൻ, സഞ്ജയൻ, യുയുത്സു ഇവരൊക്കെ ധൃതരാഷ്ട്രരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുന്തിദേവി, പാഞ്ചാലി, ചിത്രാംഗത, ഉലൂബി, സുഭദ്ര ഈ രാജ്ഞിമാരെ എപ്പോഴും ഗാന്ധാരിയും ധൃതരാഷ്ട്ര മഹാരാജാവിനെയും ശുശ്രൂഷിക്കാൻ തയ്യാറായി ഉണ്ടായിരുന്നു. അങ്ങനെ ഭാരതയുദ്ധത്തിന് ശേഷം 15 കൊല്ലം ധൃതരാഷ്ട്രര് യുധിഷ്ഠിരൻ്റെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭീമൻ്റെ മുഖത്ത് നിന്ന് അനിഷ്ടങ്ങളും ഈർഷ്യാപരങ്ങളുമായ ചില വാക്കുകൾ ധൃതരാഷ്ട്രൻ കേൾക്കാൻ ഇടയായി. അതോടെ അദ്ദേഹം തളർന്ന് പരവശനായി. ഇനിയും ഇവിടെ ഈ പാണ്ഡവരുടെ സൗജന്യത്തിൽ താമസിക്കുന്നത് അത്ര ശരിയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. വാർദ്ധക്യം, ചിന്താവിഷ്ടത, അപാരമായ ദുഃഖം, ഈർഷ്യയോട് കൂടിയ ഭീമൻ്റെ പെരുമാറ്റം, ഇങ്ങനെ തുടങ്ങിയ ജീവിതം ആ ക്ഷത്രിയ ശ്രേഷ്ഠനെ വല്ലാണ്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ടും ആ പീഡയും ദുഃഖവും ഒക്കെ കാരണം അദ്ദേഹം അന്നത്തെ ദിവസം ആഹാരമൊന്നും കഴിക്കേണ്ടായില്ല. വിതുരനോടും ഗാന്ധാരിയോടുമൊക്കെ ആലോചിച്ചിട്ട് തപോഭൂമിയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി.
പിറ്റേ ദിവസം പ്രഭാതത്തിൽ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തന്നെ വന്നിക്കാൻ വന്ന യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാൻ വല്ലാണ്ട് പീഡിതനാണ്, എനിക്ക് മനസ്സമാധാനമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഗാന്ധാരിയും വിതുരനും ഒക്കെ ആലോചിച്ചു. തപോഭൂമിയിലേക്ക് പോവുകയാണ് നല്ലത് എന്ന് എൻ്റെ മനസ്സ് പറയണു. ഇത് കേട്ട യുധിഷ്ഠിരൻ പരമാർത്ഥത്തിൽ സങ്കടപ്പെടുക തന്നെ ചെയ്തു. അദ്ദേഹം പല പ്രകാരത്തിൽ ധൃതരാഷ്ട്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. വൃദ്ധനും അവശനുമായ അങ്ങ് കാട്ടിൽ പോയാൽ വല്ലാണ്ട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഉള്ള കാലം ഇനി ഇവിടെ തന്നെ താമസിച്ച് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടിക്കൂടെ എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുകയും ഉണ്ടായി. തന്നെ ആശ്രമവാസത്തിന് അനുവദിക്കണം എന്ന ആവശ്യത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് പിടിച്ചു നിൽക്കുക തന്നെ ഉണ്ടായത്. ആഹാരമൊന്നും കഴിക്കാണ്ട് ക്ഷീണിച്ച് പരവശനായിരുന്നല്ലോ അദ്ദേഹം. പെട്ടെന്ന് മോഹാത്സ്യപ്പെട്ട് വീണു. അബദ്ധമൊന്നും സംഭവിച്ചില്ല. അതിനു മുമ്പ് ഗാന്ധാരി താങ്ങി. പിന്നീട് യുധിഷ്ഠിരൻ ശീതോപചാരങ്ങളൊക്കെ ചെയ്ത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു തലോടി. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ബോധവും വന്നു. ഈ സമയത്ത് വ്യാസമഹർഷി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രരെ ആശ്രമവാസത്തിന് അനുവദിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇനി അതല്ലാതെ മനസമാധാനത്തിന് വേറെ വഴിയൊന്നുമില്ല യുധിഷ്ഠിര. അതുകൊണ്ട് അദ്ദേഹം ആശ്രമവാസത്തിന് പോട്ടെ എന്ന് വ്യാസമഹർഷി അവിടെ വെച്ച് പറയുണ്ടായി. വ്യാസാചാര്യൻ പറഞ്ഞാൽ പിന്നെ യുധിഷ്ഠിരന് മറുവാക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വ്യസനത്തോടു കൂടിയിട്ടാണെങ്കിലും യുധിഷ്ഠിരൻ സമ്മതം മൂളി. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ അടക്കം എല്ലാവരും ധൃതരാഷ്ട്രരുടെ കൂടെ ഇരുന്ന് വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചു. അതിനുശേഷം ധൃതരാഷ്ട്രർ ആശ്രമവാസത്തിന് പോവാൻ തയ്യാറെടുത്തു. യുധിഷ്ഠിരനെ വിളിച്ച് അടുത്തിരുത്തി. എന്നിട്ട് രാജധർമ്മങ്ങളെക്കുറിച്ച് ഒരു ഉപദേശം തന്നെ നൽകുകയുണ്ടായി. യുധിഷ്ഠിര, ഭീഷ്മനും സാക്ഷാൽ വാസുദേവനും വ്യാസനും വിതുരനും മറ്റും നിങ്ങൾക്ക് ധാരാളം ഉപദേശങ്ങൾ തന്ന് പ്രബുദ്ധരാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് നല്ലോണം അറിയാം. എങ്കിലും വല്യച്ഛൻ എന്ന നിലയ്ക്കും വളരെ കാലം ഈ രാജ്യം ഭരിച്ച മഹാരാജാവ് എന്ന നിലയ്ക്കും ഞാൻ ചില ഉപദേശങ്ങൾ തരാണ്ടിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് രാജധർമ്മത്തിൻ്റെ രത്നച്ചുരുക്കത്തെ യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു.